ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മൾ കുറേ നാളായൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് മടിയാവേർന്നുകൊണ്ടല്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് പർച്ചേസിന് പോവാം. ഞാൻ ഇതുവരേക്കും ഒരു ന്യൂ ബോൺ ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. സോ ഭയങ്കര എക്സൈറ്റഡാണ്. പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. നമ്മൾ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോ ഒക്കെ നോക്കി, പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവരോടൊക്കെ ചോദിച്ചു നോക്കി എന്തൊക്കെയാണ് വാങ്ങേണ്ടത്. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ പോണേ. അപ്പോൾ അമ്മയ്ക്കും അച്ഛനൊക്കെ പഴയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ നമുക്ക് ചോദിക്കാം. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അമ്മേ? ഞങ്ങളുടെ ഐഡിയ എന്ന് വെച്ചാൽ ഞങ്ങൾ പണ്ടത്തെ കാലത്ത് ഇപ്പോഴത്തെ ഐഡിയ അല്ല. പണ്ട് ചെന്ന് കെട്ടുടുപ്പ് പോലത്തെ ഉടുപ്പ് തയ്പ്പിക്കുകയോ മേടിക്കുകയോ ഒക്കെയാണ്. ഇപ്പോഴല്ല എല്ലാം റെഡിമെയ്ഡായിട്ട്. പണ്ടും ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മളത് യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് ഇങ്ങനെ കിട്ടുമായിരുന്നു. പണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഇങ്ങനെ വാങ്ങി വെക്കലൊന്നുമില്ല, ഒന്നും സമ്മതിക്കല്ലായിരുന്നു. ഒരു സാധനം മേടിച്ചു വെക്കത്തില്ലായിരുന്നു. ഇപ്പൊ നമ്മള് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 8 മാസത്തിലൊക്കെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത് തുടങ്ങും. ഏകദേശം എനിക്ക് 8.5 മാസമായി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ വാങ്ങിയിട്ട് ഇന്ന് വാങ്ങി വാഷ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇന്ന് എല്ലാ സാധനവും വാങ്ങാനാണ് പ്ലാൻ. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ അടുത്തൊരു പോപ്പീസ് ഉണ്ട്, അവിടെ പോയി നോക്കാം. പിന്നെ ഇവിടെ ഒരു ഫസ്റ്റ് ക്രൈ ഉണ്ട്, എല്ലായിടത്തും ഒന്ന് പോയി നോക്കണം. അപ്പോൾ ഇനി ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ ഇന്ന് മേടിച്ച ഐറ്റംസ് ആണ് ഇത്. പോപ്പീസിൻ്റെ കവറിൽ ഇട്ടെന്നേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് വാങ്ങിച്ച് പോപ്പീസിൽ നിന്ന് വാങ്ങിച്ച്. ഫസ്റ്റ് ക്രൈ പോയപ്പോൾ കവറിന് എക്സ്ട്രാ പേ ചെയ്യണം, അതുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു. ഈ കവർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി. നമ്മൾ ബേബിക്ക് വേണ്ടി വാങ്ങിയ ഐറ്റംസ് കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് ക്രൈ തന്നെ മേടിച്ചത്. ഇത് ഫസ്റ്റ് ക്രൈന്ന് എടുത്തതാണ്. ഇത് റിസീവിങ് ടവൽ. ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ചോദിക്കൂല്ലെന്ന് അറിയത്തില്ല, അഥവാ ചോദിച്ചാൽ നമുക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇത് വാങ്ങി. അതല്ലെങ്കിൽ ഇതിലിങ്ങനെ റാപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം ഇതൊരെണ്ണം എടുത്തു. പിന്നെ ഇതെന്തുവായിരുന്നു? അത് മറ്റേ കുളിപ്പിക്കാനായിട്ടുള്ള ടവല്. അതിലും ഉണ്ട് കേട്ടോ ഒരു ക്യാപ്പ്. അത് വിചാരിച്ച വാങ്ങിയത്. ഇതിലും വേണമെങ്കിൽ നമുക്ക് റാപ്പ് ചെയ്ത് വെക്കാം. പിന്നെ ഉടുപ്പ് വാങ്ങിയതാണ്, കുഞ്ഞുടുപ്പ്. ഇത് ഫസ്റ്റ് ക്രൈയിലെ തന്നെ. ഇത് 3 ഫസ്റ്റ് ക്രൈയാണ്. ഇത് എന്താ ഇങ്ങനെ ബട്ടൺ വരുന്ന ഒരു 3 ഉടുപ്പ്. ഇത് സെറ്റായിട്ടാണ്. ഇതൊരു കോംബോ പോലെ. ഇത് 3 കൂടെ. പിന്നെ ഇത് പോപ്പീസിൽ നിന്നല്ലേ വാങ്ങിയ? അല്ല, ഇത് ഫസ്റ്റ് ക്രൈ ആണ് തോന്നുന്നത്. ഇത് ഇങ്ങനെ ടവല് പോലെ. ഇത് എന്തിനെങ്കിലും യൂസ് ചെയ്യാൻ നോക്കി വാങ്ങിയതാണ്. ഇതുപോലെ തന്നെ ഒരു കോംബോ. കുറേ ഇത് ഇങ്ങനെ കോംബോ ആയിട്ടാണ്. കുറേ ടവൽസ് ഉണ്ട്. ഇപ്പോൾ ബേബിയെ തുടയ്ക്കാനോ അങ്ങനെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാണ് അവർ തന്നത്. പിന്നെ എല്ലാം കുറേ ഉടുപ്പാണ്. ഇത് പോപ്പീസിൽ നിന്ന് എടുത്തതാണ്. ഇത് 2 ഡ്രസ്സിൻ്റെ പേ ചെയ്താൽ മതിയായിരുന്നു. 5 എണ്ണം നമുക്ക് എടുക്കാം. ഇതേ കണ്ടോ, പിങ്ക് കളർ എടുത്തു, ബ്ലൂ എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ 2 എടുത്തിട്ടുണ്ട്. പിങ്ക് ആണെങ്കിൽ നമുക്ക് ഗേളിനും ബ്ലൂ ആണെങ്കിൽ ബോയ്ക്കും ഒക്കെ എടുക്കാമല്ലോ. ഏതാണെന്ന് ഇപ്പം അറിയത്തില്ലല്ലോ. പിന്നെ യെല്ലോ എടുത്തു.
പിന്നെതാ ഈ ഒരു കളറ്, എന്തോ ഈ കളറിന് പറയുന്നേ അറിയത്തില്ല. ഈ കളർ എടുത്തു, പീച്ചല്ലേ? ആ പീച്ച്. പിന്നെതാ ഈ ഒരു വൈറ്റ്. ഇത് ഓഫർ ഉണ്ടായിരുന്നു അവിടെ, 2 എണ്ണത്തിൻ്റെ എമൗണ്ട് പേ ചെയ്താൽ മതിയായിരുന്നു, 5 എണ്ണം ഒന്നിച്ചെടുത്തു. പിന്നെതാ ഇത് കണ്ടോ, ബേബി വൈപ്സ് എന്ന് പറഞ്ഞിട്ട് 2 സാധനം. ഇത് വെറ്റ് വൈപ്സ് ചോദിച്ചപ്പോൾ തന്നതാ. ഇത് നമ്മൾ പോപ്പീസിന്നാണ് വാങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ക്രൈ പോയപ്പോൾ അവർ പറഞ്ഞ് വെറ്റ് വൈപ്സ് അല്ലായിരുന്നു വേണ്ടത്, വാട്ടർ വൈപ്സ് ആണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞ്. നമുക്കറിയില്ല ശരിക്കും ഏതാ വേണ്ടതെന്ന്. ഇനിയിപ്പോൾ വാട്ടർ വൈപ്സും കൂടെ വാങ്ങിക്കാമെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇത് ഡിറ്റർജൻറ്റ്. ഇതെല്ലാം വാഷ് ചെയ്തിട്ട് വേണമല്ലോ പാക്ക് ചെയ്യാനായിട്ട്, ബാഗ് പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ വാഷ് ചെയ്യാനായിട്ടുള്ളൊരു ഡിറ്റർജൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇത് മെറ്റേണിറ്റി പാഡ്, പക്ഷെ ഇത് വേറെ വാങ്ങണില്ല. അത് ആകെ 4 പീസുകൾ ഫസ്റ്റ് ടൈം വാങ്ങിയതാണ്. ഇത് ഈ പറയുമ്പോൾ ഇതിൻ്റെ ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. വേറെ മെറ്റേണിറ്റി പാഡിന് വേറെ എല്ലാത്തിനും വരുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് ഫസ്റ്റ് ക്രൈന്ന് കിട്ടിയത് 4 എണ്ണം ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത് വേറെ വാങ്ങണം. ഇത്ര ഐറ്റംസാണ് വാങ്ങിയേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ബാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള സാധനങ്ങളെല്ലാം നോക്കിയിട്ട് ബാക്കി ഓൺലൈൻ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ക്യാരിങ് നെക്സ്റ്റ് പോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അത് നമ്മളിപ്പോൾ ഷോപ്പിൽ ചെന്നപ്പോൾ ഇങ്ങനെ എടുക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിന് മാത്രം എന്തോ 1000 ആ റേഞ്ചിൽ കണ്ടു. പക്ഷെ ഇത് തന്നെ ഫസ്റ്റ് ക്രൈയുടെ ആപ്പിൽ നമ്മൾ അതും പിന്നെ ഒരു ബെഡും പിന്നെ വേറൊരു സംഭവം കൂടെ ഒരു കോംബോ ആയിട്ട് കണ്ടു. അതിന് ആപ്പിനകത്ത് 1000 1100 എന്തോ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാധനം കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ഓൺലൈൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.